ഒരു നാടിന്റെ നട്ടെല്ല് ചന്തമുള്ള ചന്തകളാണ്. ഓരോ നാടും അഭിമാനത്തോടെ അവരുടെ ചന്തകളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ആവശ്യാനുസരണം ഒരുക്കിയ ഒരു ചന്ത അഥവാ ആധുനിക മാർക്കറ്റ് ചടയമംഗലത്തും ഉണ്ടായിരുന്നു. ഇന്ന് ആ ചന്തയുടെ ചന്തമില്ലാത്ത കാഴ്ചകളിലേക്കാണ് സാക്ഷി TV നിങ്ങളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത്. ചടയമംഗലം ചന്തയുടെ ഗേറ്റ് തുറന്നു തന്നെ കിടപ്പുണ്ട്. എന്നാൽ മാർക്കറ്റിന്റെ ഒരു ആരവവുമില്ലാതെ ഒരു ശ്മശാന മൂകത മാത്രം. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച കടമുറികൾ പാതി തുറന്നും തുറക്കാതെയും പട്ടിയും പൂച്ചയും ഇവിടെ പെറ്റുകിടക്കുന്നു. ചന്തയെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടായി ജനം കണ്ടു തുടങ്ങി. നിരനിരയായി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ഒരു നാൾ സാക്ഷി ഇങ്ങനെ പറഞ്ഞു: ചടയമംഗലം ചന്തയുടെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട്. എന്നാൽ ഇന്ന് കഥ മാറി. നാടിന്റെ നട്ടെല്ലാവാൻ ചടയമംഗലം മാർക്കറ്റ് തുറക്കാൻ പോകുന്നു. സന്തോഷം. സാക്ഷി TVക്ക് വേണ്ടി രാജ്മോഹൻ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിലുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രസിഡന്റിന്റെ വാക്കുകളിലേക്ക്. മറ്റൊന്ന്, ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ മാർക്കറ്റ് ലേല നടപടികൾ തുടങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് പൊതുജനങ്ങൾക്കായി എന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കും? നമ്മുടെ ചന്തയുടെയും ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. ആ ചന്ത നമുക്ക് ലേലം കൊള്ളുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ നാളുകളായി ആരും പങ്കെടുക്കാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ സാമ്പത്തിക വർഷം അവസാനിക്കാൻ വളരെ ചുരുങ്ങിയ മാസങ്ങൾ മാത്രമാണുള്ളത്. എങ്കിലും ഞാൻ നേരത്തെയൊക്കെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ തവണയൊക്കെ വലിയ തോതിലുള്ള എമൗണ്ടിനായിരുന്നു നമ്മുടെ ചന്ത ലേലം കൊണ്ടിരുന്നത്. പിന്നീട് വന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അറിയാവുന്നതാണ്. പഞ്ചായത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് നമുക്കുള്ള കഴിഞ്ഞ സമയത്ത് ലേലം കൊണ്ടുപോയ തുകയിൽ നിർത്തി മാത്രമേ നമുക്ക് ലേലം വിളിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പം 3 പ്രാവശ്യവും അത്തരത്തിൽ ലേലം ചെയ്യുകയും ആ ലേലത്തിൽ ഒന്നും തന്നെ ആരും പങ്കെടുക്കാത്ത ഒരവസ്ഥയുമായിരുന്നു. അപ്പം 3 പ്രാവശ്യം ലേലം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിലവിലുള്ള 3 മാസം വെച്ചിട്ട് നമ്മൾ ലേല നടപടികൾ നടത്തി. ആ ലേലത്തിൽ താഹ എന്ന് പറയുന്ന ചടയമംഗലത്ത് തന്നെയുള്ള ഒരു പ്രദേശവാസി ലേലത്തിൽ പങ്കുകൊള്ളുകയും ആ ലേലം ഉറപ്പിച്ച് നമ്മുടെ കഴിഞ്ഞ ദിവസം ലേലത്തുക പഞ്ചായത്തിൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ താമസിക്കാതെ തന്നെ നമ്മുടെ ജനങ്ങൾക്കായിട്ട് ഈ പൊതുചന്ത തുറന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. നന്ദി. ഇത്രയും സമയം ഞങ്ങൾക്ക് സാക്ഷി TVക്ക് വേണ്ടി അനുവദിച്ചു തന്നതിന് വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.